ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നോമ്പൊക്കെ അടുത്ത് വന്നല്ലോ, അപ്പോൾ ഇഫ്താറിന് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം റംസാനിലും അതിന് മുൻപൊക്കെ ആയിട്ട് ഒരുപാട് ഇഫ്താർ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം വീഡിയോസ് പ്ലേലിസ്റ്റ് കമ്മ്യൂണിറ്റി ടാബ് അങ്ങനെ കാണില്ലേ, അതിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് റംസാൻ റെസിപ്പീസ് കാണും. അപ്പോൾ ഇതുവരെ ചെയ്ത റെസിപ്പീസൊക്കെ അതിലുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾ പോയി നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെഡ് ബോക്സ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള കൊത്തി അരിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സവാള നന്നായിട്ട് ട്രാൻസ്പാരൻ്റായി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ എരിവിന് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ആയിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഈ ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് എല്ലൊക്കെ മാറ്റി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിലൊരു 2 മിനിറ്റ് നേരം ഇട്ട് കൊടുക്കാം. ഈ സമയമാകുമ്പോഴേക്കും ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്, അത് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോക്സിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ബോക്സ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ബ്രെഡ് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ വെച്ചിട്ടൊരു ഗം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം. ഇനി റൗണ്ട് ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്ത ഒരു ബ്രെഡ് പീസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, റൗണ്ട് ഷേപ്പിലുള്ള ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബ്രെഡ് ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ അരികൊന്ന് മുറിച്ച് കളയാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ആദ്യം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചിട്ട് മുകളിലൊരു പീസും കൂടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റൗണ്ട് ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ബോക്സസ് ഉണ്ടാക്കിയെടുക്കാം.
പിന്നെ ചെയ്യേണ്ടത് ഇത് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു കോഴിമുട്ട മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതുപോലുള്ള സ്നാക്സൊക്കെ ഇതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ കട്ടയായിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 കോഴിമുട്ട ആവശ്യം വന്നു കേട്ടോ. ഞാൻ ആവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു കോഴിമുട്ട എടുത്തു വെച്ചതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ബോക്സ് എടുത്തിട്ട് ആദ്യം കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ ഈ ബ്രെഡിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. ഈ ബ്രെഡിൻ്റെ അരിക് മുറിച്ച് കളഞ്ഞതും പിന്നെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയതിൻ്റെ ആ ബാക്കിയുള്ള പീസസ് ഒക്കെ ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മളിത് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബ്രെഡ് ബോക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഇപ്പോൾ ഫില്ലിങ്ങൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തതാണല്ലോ, അതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഫ്താർ സ്പെഷ്യൽ ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്പൈസി ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് വേർഷൻ ആക്കിയിട്ടും ചെയ്യാം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്